ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകില്ലെന്ന റിപ്പോർട്ട്. ഒരു സീറ്റിൽ മത്സരിക്കുന്നതിന് പകരം പ്രചാരണത്തിൽ സജീവമാകാനാണ് നീക്കമെന്നും റിപ്പോർട്ട്. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ ഒരു അവസാന സമയത്ത് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്ഥാനാർത്ഥിയാകില്ല എന്നൊരു റിപ്പോർട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് കോൺഗ്രസ് റായ്ബറേലി മണ്ഡലത്തിലെയും അമേഠി മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുന്നത്? മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് കോൺഗ്രസിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം തുടരുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന ഒരു ആവശ്യം ഉത്തർപ്രദേശ് നേതൃത്വം പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിലൊരു വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുതൽ സജീവമാവുക എന്നൊരു നിലപാടിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ അമേഠി അതോടൊപ്പം തന്നെ റായ്ബറേലി മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നിട്ട് പോലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു അവസ്ഥയെ പരിഹരിച്ചുകൊണ്ട് BJP രംഗത്ത് വരുന്നുണ്ട്. ഇന്ന് അമിത്ഷാ ഒരു പ്രതികരണം നടത്തിയത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് എന്നൊരു വിമർശനമാണ് അമിത്ഷാ ഇന്ന് നടത്തിയിട്ടുള്ളത്. വിനിഷ, ഇത്തരത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവ് തന്നെയാണോ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇതുവരെയും ഒരു വ്യക്തത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ACCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. വിനിഷ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ വളരെ ചർച്ചകൾ ഇടം പിടിച്ച മണ്ഡലമാണ് റായ്ബറേലിയും അതോടൊപ്പം തന്നെ അമേഠിയും എന്ന് പറയുന്നത്. അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുതിർന്ന നേതാക്കൾക്കടക്കം അത്തരത്തിൽ റോബർട്ട് വാദ്ര മത്സരിക്കുന്നതിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം അവസാനിക്കാനിരിക്കെ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് സീറ്റിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് നേതൃത്വത്തിനടക്കം വലിയ ഒരു തലവേദന അല്ലെങ്കിൽ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വിനിഷ, ശരി. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകില്ലെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. ഒരു സീറ്റിൽ മത്സരിക്കുന്നതിന് പകരം പ്രചാരണത്തിൽ സജീവമാകാനാണ് പ്രിയങ്കയുടെ നീക്കമെന്നുമാണ് റിപ്പോർട്ട്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലും അന്തിമ തീരുമാനം വൈകുകയാണ്. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി വന്നത്.